2.5 വർഷമായിട്ട് ഈ കണ്ണിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അമിതമായിട്ട് വണ്ണം വെക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കണ്ണിൽ വേദനയ്ക്കും അല്ലെങ്കിൽ കണ്ണിലെ ചുവപ്പ് നിറത്തിലൊന്നും വലിയ കുറവുണ്ടായിരുന്നില്ല. കണ്ണിലാണ് രോഗം എങ്കിലും ഉദരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രോഗത്തിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. ഭക്ഷണ ക്രമീകരണം നന്നായിട്ട് നടത്തുക, അതായത് എരിവും കൂടി നന്നായി കുറയ്ക്കുന്നതിലൂടെയൊക്കെ തന്നെ നമുക്ക് ഈ രണ്ട് ഭക്ഷണവും മരുന്നും കൂടി വരും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂവൈറ്റിസ് എന്ന് പറയുന്ന കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. ഞാനൊരു കണ്ണുരോഗ വിദഗ്ധനൊന്നുമല്ല, പക്ഷേ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവരെ കണ്ണുരോഗം ചികിത്സിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ജനറൽ ആയുർവേദത്തിൻ്റെ ഒരു തിയറിയൊക്കെ വെച്ച് ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രോഗം മാറുകയുണ്ടായി. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഈ ഒരു രോഗം മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണകരമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡൊക്കെ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. യൂവൈറ്റിസ് എന്ന് പറയുന്നത് കണ്ണിൽ വരുന്ന കോർണിയ, സീലിയറി ബോഡി, കൊറഡ് എന്ന് പറയുന്ന 3 ഭാഗങ്ങളിൽ വരുന്ന ഒരു നീർക്കെട്ട്, അല്ലെങ്കിൽ അത് മൂലമുണ്ടാകുന്ന കണ്ണിലുണ്ടാകുന്ന ചുവപ്പ്, വേദന തുടങ്ങിയ ഒരു ലക്ഷണമൊക്കെയാണ് അതിലുണ്ടാവുക. ഒരുപാട് പേര് വലിയ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വലിയ രോഗമാണ് യൂവൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. പലരും ആൻറ്റീരിയർ യൂവൈറ്റിസ് ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പലപ്പോഴും മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അതേസമയം അതൊരു ഇൻ്റർമീഡിയറ്റോ അല്ലെങ്കിൽ പോസ്റ്റീരിയർ യൂവൈറ്റിസ് ഒക്കെ ആണെങ്കിൽ അത് ഒത്തിരി ചികിത്സ കൂടുതൽ ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ലിങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒരു ടെസ്റ്റിമോണിയിൽ മാറിയ ഒരു രോഗിയുടെ ടെസ്റ്റിമോണിയിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവർ പറയുന്ന അവരൊരു അനുഭവം വെച്ചിട്ട് അവർ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കണ്ണിലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2.5 വർഷമായിട്ട് ഈ കണ്ണിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അമിതമായിട്ട് വണ്ണം വെക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കണ്ണിൽ വേദനയ്ക്കും അല്ലെങ്കിൽ കണ്ണിലെ ചുവപ്പ് നിറത്തിലൊന്നും വലിയ കുറവുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ നമ്മുടെ ആയുർവേദ ചികിത്സയൊക്കെ ഫോണിലൂടെയായിരുന്നു ഞങ്ങൾ ചികിത്സയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മരുന്നുകൾ അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം കൊടുത്ത മരുന്ന് അത്ര എഫക്റ്റീവ് ആയില്ല. പക്ഷേ രണ്ടാമത്തെ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ അത് യൂവൈറ്റിസിന് ഇൻഫ്ലമേഷൻ നമുക്ക് മാറുകയുണ്ടായി. നമുക്കറിയാം പലപ്പോഴും ഇതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ് യൂവൈറ്റിസിന്റെ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസീസിന് പറ്റുന്ന നല്ലൊരു മരുന്ന് ജനറൽ നമ്മൾ ആയുർവേദത്തിൽ കൊടുക്കാറുണ്ട്. അതേ മരുന്ന് തന്നെയാണ് ഈ വ്യക്തിയിലും കൊടുക്കുകയുണ്ടായത്. അപ്പം ഈ മരുന്ന് കൊടുക്കുന്നതിലൂടെ തന്നെ വളരെ പെട്ടെന്ന് കണ്ണിലൊരു തുള്ളി മരുന്ന് പോലും നമുക്ക് ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് തന്നെ ഈ രോഗം പൂർണ്ണമായിട്ട് മാറി. അതും ഒരുപാട് സമയമൊന്നും വേണ്ടി 1-2 മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കണ്ണിൻ്റെ വേദനകൾ അല്ലെങ്കിൽ ആ റെഡിഷ്നസ് മാറുകയുണ്ടായി. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് എപ്പോഴും യൂവൈറ്റിസ് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വയറിലുണ്ടാകുന്ന അസിഡിറ്റി തന്നെയാണ്. നമ്മൾ പറയും കണ്ണിലാണ് രോഗം എങ്കിലും ഉദരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രോഗത്തിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യൂവൈറ്റിസ് മൂലം വേദനിക്കുന്നുണ്ടെങ്കിൽ വയറ് സംബന്ധമായി ഉദര സംബന്ധമായിട്ട് അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ചായ, കോഫി, അച്ചാർ പോലെയുള്ള സാധനങ്ങൾ. പൊതുവെ പറഞ്ഞാൽ എരിവ്, പുളി, ഉപ്പ് രസങ്ങൾ ഈ 3 ഭയങ്കരമായിട്ട് കുറയ്ക്കണം. പുളിരസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രോഗം മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിത് പറഞ്ഞത് നമുക്കെല്ലാവർക്കും പരിചിതമായ രോഗമൊന്നുമല്ല. കണ്ണിലെ ഈ ഒരു 3 ഭാഗങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന രോഗമാണ്. നമ്മുടെ ആർക്കെങ്കിലും ഈ കണ്ണിൽ വിട്ടുമാറാത്ത ചുവപ്പോ, നീർക്കെട്ടോ, വേദനയൊക്കെ ഉണ്ടെങ്കിൽ ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ചികിത്സിക്കാം. ഭക്ഷണ ക്രമീകരണം നമ്മൾ രോഗത്തിൻ്റെ മരുന്നിനോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണം നന്നായിട്ട് നടത്തുക, അതായത് എരിവും കൂടി നന്നായി കുറയ്ക്കുന്നതിലൂടെയൊക്കെ തന്നെ നമുക്ക് ഈ 2 ഭക്ഷണവും മരുന്നും കൂടി വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന രോഗമാണ് യൂവൈറ്റിസ് എന്ന് പറയുന്നത്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.